പലതരം ചേരുവകൾ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ബോണ്ടയാണ്. മിക്കപ്പോഴും എല്ലാവരും ഒക്കെ ഉണ്ടാക്കണത് സംഭവം തന്നെയാണ്. ഇവിടുത്തെ രീതി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് വെജിറ്റബിൾസ് നമുക്ക് വേണ്ടത് 4 ഉരുളക്കിഴങ്ങാണ്, ഒരു കുഞ്ഞ് സവാള, പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ വേപ്പില. ഇതൊരു പുതിയ ചാനലാട്ടോ. 5 ദിവസമായിട്ടുള്ള ചാനൽ ഓപ്പൺ ആക്കിയിട്ട് 4 വീഡിയോസ് ആയിട്ടുള്ളൂ. എല്ലാവരും ചാനലിലൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ അരിഞ്ഞിട്ടാണ് വേവിക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ തന്നെ വേവിച്ചിട്ട് മറ്റേ തൊണ്ടഴിഞ്ഞെടുത്താലും മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് മറ്റേ സവാള, വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞ് ചതച്ചെടുത്ത് വെക്കാം. ഉരുളക്കിഴങ്ങിനെ 2 വിസിലാണ് അടിച്ചത്. ഇപ്പം അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് സ്ട്രെയിൻ ചെയ്ത് വയ്ക്കുക. മസാല തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക് മതി കേട്ടോ. അത് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ടെടുത്ത് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വാടി വരണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കറിവേപ്പില ഞാൻ ഇടാൻ മറന്നു പോയതാട്ടോ. കടുകിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, റൈസ് ഫ്ലോർ, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട. എൻ്റെ മുളക് പൊടിക്ക് തീരെ കളറില്ല. അത് കാരണം നല്ലൊരു കളർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതിലേക്ക് ഉപ്പിട്ടെടുത്ത് വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കാം. വെള്ളം കൂടി പോകരുത്. അതിനായിട്ട് കുറച്ചായിട്ട് ഒഴിച്ച് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളൊരു കയ്യിലിട്ട് കോരി കഴിയുമ്പോൾ അത്യാവശ്യം തിക്നെസ്സിൽ അതിലൊട്ടി പിടിച്ച് നിൽക്കണം. കംപ്ലീറ്റ് ഇങ്ങോട്ട് ഊർന്ന് പോരരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കാം. തയ്യാറാക്കി വെച്ച മസാല അപ്പത്തേനും തണുത്തിരിപ്പുണ്ട്. അത് ചെറിയ ഉരുളകളാക്കിയിട്ട് ആ ബാറ്ററിലേക്ക് ഇട്ടെടുക്കാം. കംപ്ലീറ്റ് മറ്റൊരു പാത്രത്തിലേക്ക് ഉരുളകളാക്കി ഉണ്ടാക്കി വച്ചിട്ട് പൊരിക്കാൻ നേരത്തെ ഓരോന്നും മുക്കി പൊരിച്ചാലും മതി കേട്ടോ. എനിക്ക് എല്ലാവരും കൂടി ഇട്ടാരണം എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നല്ല ചൂടിന് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവണ വരെ വറുത്തിട്ട് കോരിയെടുക്കാം. ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് തന്നെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒന്നുമില്ല. ഇതുവരെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇത്തിരിയെങ്കിലും താല്പര്യം ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടം വരെ കണ്ടത്. അങ്ങനെ നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഓൾ.